രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ഡിപ്രഷൻ, വിഷാദരോഗം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ വളരെ ആഴമേറിയ, നമ്മുടെ കുടുംബങ്ങളിൽ വേരൂന്നിയിരിക്കുന്ന ഒരു വലിയ സങ്കീർണമായ പ്രശ്നത്തിലേക്ക് ഹീലിംഗ് ടച്ച് നടന്നെടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, വ്യക്തികളെ ആക്രമിക്കുകയും കുടുംബങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ വിഷാദരോഗം സമൂഹത്തിലും വിശ്വാസികളുടെ ജീവിതത്തിലും എങ്ങനെയാണ് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യുക? ഇതിനെ എങ്ങനെ നമ്മൾക്ക് നേരിടാൻ പറ്റും? സങ്കീർത്തനം 42:11, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിന് നെടുവീർപ്പിടുന്നു? എൻ്റെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, എൻ്റെ ദൈവത്തിൽ സഹായവും പ്രതീക്ഷയും അർപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു, എന്തിന് വിഷാദിക്കണം? നമ്മൾക്കൊരുങ്ങാം. ദൈവം എന്താണ് ഈ ഒരു രോഗത്തിലൂടെ നമ്മൾക്ക് നൽകുന്ന സൗഖ്യം? ഒരുങ്ങാം. ദൈവത്തിൻ്റെ ആത്മാവോട് ചേർത്ത് വെച്ചുകൊണ്ട് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നൊമ്പരങ്ങളുടെ വേനലുകൾക്കുമപ്പുറം, കണ്ണീരിൻ്റെ നനവുകൾക്കുമപ്പുറം ദൈവം ഒരുക്കുന്ന സാന്ത്വന സ്പർശം. മുറിവേറ്റ് പിടയുന്ന കുഞ്ഞാടിനെ തോളിലേറ്റുന്ന കരവുമായി ഇതാ ഈ രക്ഷകൻ നമ്മെ തേടി വരുന്നു. നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഉത്തരം ഒന്നുമാത്രം: ക്രിസ്തു. കുരിശിൽ മരിച്ചുയർത്ത ക്രിസ്തു. അവൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ സൗഖ്യം, വിടുതൽ, രക്ഷ. സ്വർഗം തുറന്ന് ദൈവപുത്രനിതാ അനേകരെ തൊടുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസവും ദൈവവചന പ്രഘോഷണവും കൂടുതലായി കടന്നു പോകുന്ന നമ്മളുടെ ജീവിതത്തിൽ വിഷാദരോഗം വളരെ ആഴമായി കടന്നു വരുന്നു. ലോക ചരിത്രമെടുത്താൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷാദരോഗത്തിന് അടിമത്തത്തിലൂടെ കടന്നു പോകുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. 40% ആളുകൾ അമേരിക്കയിലും യൂറോപ്പിലും ഈ രോഗത്തിലേക്ക് മാറിമറിയുമ്പോൾ ഓർക്കുക, ഇതിൻ്റെ ആഴം എത്ര വലുതാണെന്ന്. 100 പേരെടുത്താൽ ഈ രാജ്യങ്ങളിൽ 40 പേരും ഈ രോഗത്തോട് ഒരു ചേർച്ച, ഒരു വിലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. മൊണാക്കോ, നെതർലൻഡ്സ്, ബെൽജിയം, നോർവേ, UK, ഇവിടുത്തെ കാലാവസ്ഥകൾ, തണുപ്പ്, പ്രകാശത്തിൻ്റെ കുറവുകൾ, പ്രഷർ, ടെൻഷൻ, അതുപോലെ വികസനാത്മകമെന്ന് ലോകം കരുതുന്ന പല മേഖലകളും ഇവരെ രോഗികളാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് തന്നെ 37% ആളുകളും ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നതായി ഈ കഴിഞ്ഞ സർവേ വ്യക്തമാക്കുന്നു. കേരളമാകട്ടെ 9% പേരും ഇതിലേക്ക് മാറിമറിഞ്ഞിരിക്കുന്നു. ഒരു വർഷം ലോകത്തിൽ 8 ലക്ഷം പേർ ആത്മഹത്യയിലേക്ക് കടന്നു പോകുമ്പോൾ
1,35,000 പേരും ഇന്ത്യയിൽ നിന്നാണ് കടന്നു വരിക. കഴിഞ്ഞ സർവേയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം സദേൺ സ്റ്റേറ്റ്സിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നു. തമിഴ്നാടും മഹാരാഷ്ട്രയും അതോടൊപ്പം കേരളവും ഈ ആത്മഹത്യയ്ക്ക് ചേർന്ന് നിൽക്കുവാൻ കാരണങ്ങളിൽ ഒന്ന് ഈ ഡിപ്രഷനാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എന്താണ് ദൈവം ഈ വിഷാദ രോഗത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുക? എങ്ങനെയാണ് ഒരു സൗഖ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പറ്റുക? നമ്മളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം ചിന്തകളെയും ഓർമ്മകളെയും കോർത്തിയിണക്കിക്കൊണ്ടാണ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മനസ്സും അവൻ്റെ ബുദ്ധിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു രോഗം. ഇതിനുശേഷം അവൻ്റെ മനസ്സിനെ തകർക്കുന്ന ചിന്തകളോ ബുദ്ധിയിലോ ഓർമ്മകളിലോ കടന്നു വരുന്ന ചില ഓർമ്മയുടെ പ്രശ്നങ്ങളോ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് ഉറക്കമില്ലായ്മ, സ്കീസോഫീനിയ, ബൈപ്പോളാർ, OCD പോലുള്ള രോഗങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഒരു വ്യക്തിയുടെ ആരോഗ്യം ഹോർമോൺ ലെവലും അവൻ്റെ കെമിക്കൽ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസും അനുസരിച്ചാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വിഷാദ രോഗം, ഡിപ്രഷൻ ഏറ്റവും കൂടുതലായി ഈ ഒരു മേഖലകളെ വല്ലാതെ ബാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ഹോർമോണുകളും അതുപോലെ അവൻ്റെ ശരീരത്തിലെ ചിന്തകളെയും ഓർമ്മകളെയും തകർക്കുമ്പോൾ ഈ ഹോർമോണിലും അതുപോലെ കെമിക്കൽ ഏരിയകളിലും ചേഞ്ചസ് കടന്നു വരികയും രോഗം അവൻ്റെ മേൽ പതിയെ പതിയെ കടന്നു വരുവാൻ കാരണം സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ആളുകൾ, ജനങ്ങൾ അല്ലെങ്കിൽ ഈ രോഗത്തിന് അടിമപ്പെട്ടവർ ഭയത്തിലും ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ലാതെ ഈ രോഗത്തിന് അടിമത്തത്തിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എങ്ങനെയാണ് ഈ മേഖലയെ നമുക്ക് നേരിടാൻ പറ്റുക? ബൈബിൾ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക? നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ബൈബിളിൽ ആദ്യമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക കായേൻ്റെ ജീവിതത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ച് കടന്നു പോകുമ്പോൾ ബൈബിളിൽ ആബേലിനെ കൊന്നിട്ട് കടന്നു വരുന്ന കായേനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ മുഖം എന്തേ മങ്ങിയിരിക്കുക? ഒരു വിഷാദിച്ചിരിക്കുക എന്നൊരു സാഹചര്യം കായേൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നിന്റെ മുഖം മങ്ങിയിരിക്കുന്നു, അതുപോലെ നീ എന്തിനാണ് ദേഷ്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, പോയിന്റ് നമ്പർ 1, കൊലപാതക തുല്യമായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിന് കാരണമാകാം. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരു വ്യക്തിയിലേക്ക് വിഷാദം, ഡിപ്രഷൻ കടന്നു വരാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജീനിയോളജിക്കൽ, സൈക്കോളജിക്കൽ അങ്ങനെ ഉണ്ടാകുന്ന ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട്സിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനപ്പുറം നിൽക്കുന്ന ഒരാത്മീയ മേഖലകളെ വെച്ചുകൊണ്ടാണ് ഈ ടോക്ക് കടന്നു വരിക. എന്ന് വെച്ചാൽ ആത്മീയമായി കൊലപാതക തുല്യമായ ഒരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനിൽ ഈ രോഗം വേരുപിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. 1 യോഹന്നാൻ 3:15 പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്ന്. ശാരീരിക കൊലപാതകവും മാനസികമായി ഒരു വ്യക്തിഹത്യയും ഞാൻ മുഖേനയോ എന്നിലോ കടന്നു വന്നാൽ അത് വിഷാദത്തിന് ഒരു കാരണം സൃഷ്ടിക്കാം. ദൈവത്തിന് പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ റിലേഷൻഷിപ്പ് തകരുമ്പോൾ, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, അത് ലവ് അഫെയർസ് ആയിരിക്കാം, ഡിവോഴ്സസ് ആയിരിക്കാം, വിവാഹമോചനം, വിവാഹ തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന സാഹചര്യമാകാം. കേരളത്തിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ട്രക്ചറിൽ സമ്പത്തിൻ്റെയും പാർട്ടീഷൻ്റെയും
മറ്റു പല സാഹചര്യങ്ങളിലും ഇന്ന് ഈ മേഖല കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് ഈ രോഗം കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. പോയിന്റ് നമ്പർ 2, മോശയുടെ ജീവിതത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നതായി നമ്മൾക്ക് കാണുവാൻ പറ്റും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം. ഇവിടെ തൻ്റെ ലീഡർഷിപ്പ് തകരുന്നു, മുന്നോട്ടുള്ള യാത്ര തകരുന്നു, പ്രതീക്ഷകൾ നഷ്ടമാകുന്നു. ഈ സമയം മോശ പറയുന്നുണ്ട് ദൈവത്തോട്, എന്നെ കൊന്നുകളയുവാൻ. പ്രതീക്ഷകൾ നഷ്ടമാകുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മുന്നോട്ടുള്ള യാത്ര, പ്രയാണം, ജീവിതത്തിൽ മുന്നോട്ടൊരു വഴിയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തോടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ രോഗങ്ങൾ കടന്നു വരാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ മോശയും തൻ്റെ ജീവിതം ദൈവത്തോട് ചേർത്ത് വെച്ചു. അവൻ്റെ ജീവിതത്തിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണുവാൻ പറ്റും. 3-ാമത്തെ വ്യക്തിയാണ് അബ്രഹാം. ഓക്കുമരത്തിൻ്റെ തണലിൽ വിഷാദത്തോടെ നോക്കിയിരിക്കുന്ന അബ്രഹാം. കാരണം മറ്റൊന്നുമായിരുന്നില്ല, കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് ജനനം കൊടുക്കാത്ത സാഹചര്യം. ഇവിടെയും ഏതോ സാഹചര്യത്തിൽ കിട്ടേണ്ടിയിരിക്കുന്ന നന്മ എനിക്ക് ലഭിക്കാതെ പോയാൽ, ഒരു അനീതി എനിക്ക് ലഭിക്കുന്നു എന്ന് തോന്നിയാൽ, ഞാൻ തള്ളപ്പെടുന്നു എന്ന് തോന്നിയാൽ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു വിഷാദം, ഒരു ഡിപ്രഷൻ നിന്റെ കെമിക്കൽ ഏരിയകളെയും ഉറക്കത്തെയും ചിന്തകളെയും ഓർമ്മകളെയും ബാധിക്കുകയും അത് രോഗത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. കഴിഞ്ഞ നാളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. 3-ാമതായി ഏലിയായുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. ഇവിടെ അകാരണമായി ഏലിയ പീഡിപ്പിക്കപ്പെടുന്നു. ഒരു രാജ്ഞി ഇദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി പുറകെ നടക്കുന്നു. ഈ സമയം ചെയ്ത നന്മകളെല്ലാം തിന്മയായി മാറി. അതുകൊണ്ട് തന്നെ ഒരു ഭയം ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് വിഷാദ രോഗത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു നെഗറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തപ്പോൾ ഏലിയ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം ആ മകൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, വളരെ വ്യക്തമായി ദാവീദിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതത്തിൽ 31-ാം അധ്യായം സങ്കീർത്തനവും 51-ാം അധ്യായവും വ്യക്തമാക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും ഇതേ വിഷാദം കടന്നു വന്നു എന്ന്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, പാപകരമായ ഒരു അഡൾട്ടറി, വ്യഭിചാരം, അത് കടന്നു വരുന്ന സാഹചര്യം, വിശുദ്ധിയിൽ ഉണ്ടാകുന്ന നഷ്ടം ഒരു വ്യക്തിയിൽ ഒരു വിഷാദ രോഗത്തിന് കാരണം ഉണ്ടാക്കുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, അഡൾട്ടറി, പോണോഗ്രാഫി, മാസ്റ്റുർബേഷൻസ്, ഗേ കൾച്ചറുകൾ, ലെസ്ബിയനിസം, അതുപോലുള്ള ഹോമോസെക്ഷുവൽ ആക്ടിവിറ്റികൾ പോലും ഒരു വ്യക്തിയിൽ ഹോർമോൺ വേരിയേഷൻ സൃഷ്ടിക്കുകയും ഇതുപോലുള്ള രോഗങ്ങളിലേക്ക് നടത്തുകയും ചെയ്യാം. യോനായുടെ ജീവിതത്തിലും താൻ പറഞ്ഞത് നടക്കാതിരുന്നപ്പോൾ ദൈവത്തോട് പഴിച്ചുകൊണ്ട് അവനും ഒരു നെഗറ്റീവായ ചിന്തകളിലേക്ക് കടന്നു പോകുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇതുപോലെ പാപകരമായ സാഹചര്യങ്ങൾ, കൊലപാതക സംബന്ധമായ സാഹചര്യങ്ങൾ, വ്യഭിചാര സംബന്ധമായ സാഹചര്യങ്ങൾ, വിശുദ്ധിയുടെ നഷ്ടങ്ങൾ, അതുപോലെ നമ്മുടെ പ്രതീക്ഷകൾ തളരുമ്പോൾ, എക്സാമിന് നഷ്ടമുണ്ടാകുമ്പോൾ, പെട്ടെന്ന് മരണമുണ്ടാകുമ്പോൾ, ഏതെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തിയിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ ഒരു നഷ്ടം കടന്നു വരുമ്പോൾ പലരും ഈ രോഗത്തിലേക്ക് കടന്നു പോകുന്നു. ഉറക്കത്തിന് നഷ്ടം, പിന്നീട് അവിടെ ഭാരങ്ങൾ, അത് കെമിക്കൽ വേരിയേഷനുകൾ, ഹോർമോൺ ചേഞ്ചുകൾ, അത് സ്കീസോഫീനിയ പോലെ, ചിലപ്പോൾ ചെവിയിൽ ആരോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലെ, ചിലപ്പോൾ നിന്നെ കൊള്ളിയേറെന്നുള്ള നെഗറ്റീവ് തോട്ടുകൾ, ചിലപ്പോൾ ചില നിസ്സാര ചിന്തകൾ പോലും ഈ വ്യക്തിയെ തകർക്കുമ്പോൾ ഈ രോഗത്തിൻ്റെ ആഴം എത്ര വലുതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തിൽ നിൽക്കുന്ന, ദൈവീകതയിൽ നിൽക്കുന്ന
എത്രയോ പേരുടെ ജീവിതത്തിൽ ഇതൊരു കാരണമാകുന്നു. ആന്തരിക സൗഖ്യധ്യാനങ്ങളും അതുപോലെ ആത്മീയ മേഖലകളെ ബന്ധിച്ചുള്ള അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ സൊല്യൂഷൻ ഇല്ലാതെ വിശ്വാസികൾ തളരുമ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ മുമ്പിൽ ക്രൂശിതൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്രിയനമേ, ക്രൂശിതൻ്റെ നിഴലിൽ ആ നിസ്സഹായനാകുന്ന ഒരു ദൈവമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ കരുതുക നിസ്സഹായതയിൽ കടന്നുപോയൊരു ദൈവമല്ല, നിസ്സഹായതയെ നമ്മൾക്ക് സഹായമാക്കി മാറ്റിയ ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ പ്രിയപ്രിയനമേ, കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ വിവാഹ ജീവിതത്തിൽ ഒരു വിവാഹമോചനത്തിലേക്ക് അവൾ കടന്നു പോകുവാൻ കാരണമായി. മറ്റൊന്നുമായിരുന്നില്ല സിറ്റുവേഷൻ. അവൾ വളരെ മിടുക്കിയായിരുന്നു എങ്കിലും അവളുടെ ചെറുപ്പത്തിലുണ്ടായ ഒരു മുറിവ്, ഒരു അബ്യൂസോ ഒരു സെക്ഷൽ മിസ്യൂസോ അവളുടെ ജീവിതത്തിലുണ്ടായത് വിവാഹം കഴിഞ്ഞ സമയത്ത് വിവാഹത്തിൻ്റെ രാത്രികളിൽ ഇവൾ കാറുകയും അലമുറയിടുകയും ഇവൾ പൊട്ടിക്കരയുകയും ഇവൾ വല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്തു. ഒരു പ്രശ്നവുമില്ലാതിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ജീവിത പങ്കാളി എന്തേ എന്നിത് വിചാരിച്ച് ഇതൊരു ഭ്രാന്തായി മാനസിക രോഗമായി കണ്ടുകൊണ്ട് അവളെ തള്ളി മാറ്റി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, അവളുടെ പ്രശ്നം വളരെ നിസ്സാരമായിരുന്നു. ചെറുപ്പത്തിലുണ്ടായ മുറിവിൽ നിന്ന് പുരുഷന്മാരോട് അവൾക്കൊരു വെറുപ്പ് ഡെവലപ്പ് ചെയ്തു. അതിൽ നിന്ന് അവളിലേക്ക് നയിക്കപ്പെട്ടത് ഡിപ്രഷൻ ഫാക്ടറുകളാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എനമി, പഠിക്കുന്ന കാലഘട്ടത്തിലും അവളുടെ ജീവിതത്തിലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഒരു പുരുഷനോട് അടുത്തിടപഴകേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ രോഗം കടന്നു വന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില ഓർമ്മകൾ, ചില മുറിവുകൾ, ചില ഇൻസിഡൻറ്റുകൾ, ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ തകർച്ചകളോ സംഭവങ്ങളോ കടന്നു വരുമ്പോൾ അത് നമ്മളെ രോഗിയാക്കാം. ദൈവത്തിൻ്റെ പ്രിയപ്രിയനമേ, കുടുംബമായി ഈ TV സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും, പ്രത്യേകിച്ച് ഈ രോഗത്തിൻ്റെ അടിമത്തം ഏറ്റെടുത്തിരിക്കുന്ന മക്കൾ, ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, ദിവ്യകാരുണ്യമേ, ഈ മക്കളുടെ ഈ സംഭവങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, പാപകരമായ സാഹചര്യങ്ങൾ, ഒറ്റപ്പെട്ടത്, തകർക്കപ്പെട്ടത്, ഏതെങ്കിലും അശുദ്ധിയുടെ കൂട്ടായ്മകൾ, പ്രതീക്ഷയില്ലാഴിക, നിരാശയുടെ ആഴങ്ങൾ, ദൈവമേ, ഇവ ഈ ശരീരങ്ങളിൽ ഹോർമോൺ വേരിയേഷനുകളും കെമിക്കൽ ഇമ്പാക്റ്റുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉറക്കമില്ലായ്മയും, ചെവികളിൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ കേൾവിയിൽ നെഗറ്റീവായും സംസാരത്തിൽ നെഗറ്റീവായും എപ്പോഴും മ്ലാനതയും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ നെഗറ്റീവ് സ്പിരിറ്റുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദിവ്യകാരുണ്യം ഇപ്പോൾ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ മക്കൾ മുട്ടുകുത്തുകയാണ്. നമ്മൾക്കൊന്നിയേർന്ന് കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്താം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യം, ഈശോ നമ്മളെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നേ. ഈശോയെ, എൻ്റെ ഈ മുറിവുകൾ, എൻ്റെ ഈ സംഭവങ്ങൾ, എൻ്റെ ഈ കാരണങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? മുറിവേറ്റ
മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ. അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ. പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥ, പകരം ഞാൻ എന്തിന്നു നൽകും? പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥ, പകരം ഞാൻ എന്തിന്നു നൽകും? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. ദൈവപുത്രന്റെ ആണിപ്പഴുതുള്ള കരം നിന്നെ തൊട്ടുകഴിഞ്ഞു. ദൈവപുത്രനായ യേശു നിന്റെ ജീവിതം ഏറ്റെടുത്തു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഇനി നീ നിരാശപ്പെട്ടിരിക്കരുത്. ദൈവപുത്രന്റെ കരുണയുടെ ഹൃദയത്തിൽ നിന്റെ ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. യേശു ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണ്. ദൈവം സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവപുത്രൻ നിന്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്. കർത്തൃത്വം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ കടന്നുപോയത്. ദൈവം ഈ ഒരു പ്രശ്നത്തിന് എന്താണ് മറുപടി നൽകുക? ഡിപ്രഷനെ ദൈവം എങ്ങനെയാണ് സൗഖ്യമാക്കുക? സങ്കീർത്തനം 31-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മൾക്ക് ഹോംവർക്ക് ആകുകയാണ്. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ എൻ്റെ സഹായത്തിന് ഞാൻ യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളെ, ആക്രമിക്കപ്പെട്ട നഗരത്തിലേതുപോലെ ഒരു കോട്ടയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മക്കളാണെങ്കിൽ ഇന്നോർക്കുക, സഹായത്തിന് ദൈവത്തോട് നിലവിളിക്കുക. അവൻ ഒരിക്കലും നമ്മളെ പരിത്യജിക്കുകയില്ല. അവൻ കൂടെ വരും, നമ്മുടെ കൂടെ നടക്കും.
അതുകൊണ്ട് പരിഭ്രമിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട. അതുകൊണ്ട് ഓർക്കുക, വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനാൽ സകലതും നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ